തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിന് മനഃപൂർവ്വമായ വീഴ്ചയെന്ന് KPCC അന്വേഷണ സമിതി റിപ്പോർട്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിലക്കര എന്നിവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KPCC പൂർത്തി അന്വേഷണ സമിതി റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന കണ്ടെത്തലുകളാണ് അന്വേഷണ സമിതി റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ KPCCക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിന് 30 പേജുകളാണുള്ളത്. മുൻ മന്ത്രി KC ജോസഫ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നിവർ അടങ്ങുന്ന കമ്മീഷനാണ് KPCCക്ക് റിപ്പോർട്ട് കൈമാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP അക്കൗണ്ട് തുറക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. തൃശൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ TN പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിലക്കര എന്നിവരെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാറ്റി നിർത്തണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. കരിവന്നൂർ ബാങ്ക് വിഷയത്തിലെ പാർട്ടി ഇടപെടൽ സുരേഷ് ഗോപിക്ക് അവസരം ഒരുക്കിയെന്ന് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 1.5 കൊല്ലം മുമ്പേ തന്നെ മത്സരത്തിന് ഇല്ല എന്നുള്ള സിറ്റിംഗ് MPയുടെ പ്രസ്താവന സുരേഷ് ഗോപിക്ക് ഗുണകരമായി. മുൻ MPയുടെ പ്രവർത്തനം മണലൂരിലും ഗുരുവായൂരിലും ഒതുങ്ങുകയും ചെയ്തു. BJP വോട്ടുകൾ അധികമായി ചേർത്തത് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ഇത് കണ്ടെത്തി നീക്കവും ചെയ്തില്ല. ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. ചേലക്കരയിൽ ജില്ലാ നേതൃത്വത്തിന് പകരം KPCC ചുമതല ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ദളിത് വിഭാഗത്തെ ആക്ഷേപിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി ആഞ്ഞടിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി മുതൽ മാതൃകാപരമായ ഉത്തരവാദിത്വം നിറവേറ്റി കഴിവ് തെളിയിച്ചിട്ടുള്ള മഹാന്മാരെയും മഹതികളെയും അടച്ചാക്ഷേപിച്ചത് വഴി സുരേഷ് ഗോപിയുടെ ചാതുർവർണ്ണ മനസ്സ് വെളിപ്പെടുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ, മുൻ രാഷ്ട്രപതി KR നാരായണൻ മുതൽ എത്രയോ മഹാന്മാരാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ദളിത് വിഭാഗത്തിന് ഏൽപ്പിച്ച മുറിവ് ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രം തിരുത്തുന്നതല്ല. പ്രധാനമന്ത്രി ഇടപെട്ട് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. രാജവാഴ്ചകാലത്ത് മന്ത്രിയാകേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപി. മാധ്യമങ്ങളിലൂടെയാണ് ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹവും എന്നും V ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്.